നീ 1 മണിക്കൂറും കൂടി ഒന്ന് ക്ഷമിക്കാതെ വരും. ഞാനേ അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് ആണ്. ആ ഓരോരോ പറയാ. ആരെ ഭാര്യ? അവക്ക് ചാക്കോമേരിയും കാണാൻ വേണ്ടിട്ടാണേ. ചാക്കോമേരി എന്ന് പറഞ്ഞിട്ട് സീരിയലുണ്ട്. ഇന്നലെ വൈകുന്നേരം വീട്ടിലോട്ടുള്ള കേബിള് പൊട്ടിക്കിടക്കാണ്. റോഡ് പണിക്ക് ആൾക്കാർ വന്ന് മാന്തിയിട്ടേ. അപ്പൊ അത് ശരിയാക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടാണെങ്കിൽ ആ സുരേന്ദ്രൻ ഫോൺ കൊടുക്കണില്ല. അല്ല പേര് എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞു? കാര്യം എന്നോടും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഇന്നലെയാണ് പുള്ളി സൗദിയിൽ നിന്ന് പോകുന്നത്. അപ്പൊ വെളുപ്പിനായി ഇവിടെ എത്തിയത് രക്ഷാധികാരി. അപ്പൊ പോന്നപ്പോ തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ ഹിറ്റ്ലർ ക്ലബിന്റെ എല്ലാ അംഗങ്ങളെയും വിളിച്ചു കൂട്ടണം, അടിയന്തരമായിട്ട് പുള്ളിക്ക് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. अरे बदमाश, तुम क्या समझता? अब मेरे को सब कुछ मालूम है. हाँ, तुम पहले काम करो. तुमको मालूम नहीं? हाँ, मैं सब कुछ एक खेल सब कुछ खत्म करके ही उधर आया. हाँ 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 हाँ, मत 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 बोलना, मेरे को कुछ भी नहीं सुना. तुम फोन मुथु को दो. हाँ मुथु, எப்படி இருக்கு? நல்லா இருக்கீங்களா? வேலை எல்லாம் எப்படி? அப்பா அம்மா எல்லாம் எப்படி? நல்லா இருக்கீங்களா? சரி சரி, நான் வந்துடுவேன். பஷீர் பக்கத்துல இருக்கா? பஷீருக்கு கொடுக்கு. சலாம் சலாம். பஷீர் പോലീസ് മാഫിയാ. ബഷീർ കള്ളി വള്ളി. എന്താ വലിയ കല്ലെന്നാണ്? കള്ളി വള്ളി എന്താ ചെയ്യാനേ? ഒരുപാട് പണിക്കാരുണ്ടല്ലേ ഇവിടെ? എല്ലാ രാജ്യത്തു നിന്നുണ്ട്. എല്ലാ ഭാഷ അറിയുന്നോട് നിങ്ങൾ കഴിച്ചതാവും. നിവൃത്തികേടാ മൊയ്തു. നിവൃത്തികേടായത് കൊണ്ട് ഇങ്ങനെ പഠിക്കേണ്ടി വന്നു. വേറൊരു കാര്യം മന്മതേട്ടാ, അപ്പൊ നിങ്ങൾ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ചെറുപ്പം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് വന്ന കാര്യത്തിലോട്ട് ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഹിറ്റ്ലറിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. അതുവരെ മറന്നു. ഞാന് അവിടെ വരുന്ന ഓരോ പത്രങ്ങളിലും ഇപ്പൊ മൊബൈലിലൊക്കെ പറഞ്ഞ വാർത്തകളില് അപ്പുറം ഇപ്പുറമുള്ള മാക്രി ക്ലബുകളുടെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ എന്ത് വില കൊടുത്തും നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങളും ഒന്നുകൂടെ ഉഷാറാക്കണ്ടേ സെക്രട്ടറി? അതെന്താ വേണ്ടെന്ന് പറയണേ? ആര് വേണ്ടെന്ന് പറഞ്ഞ? അല്ല അത് ചെയ്യാൻ അത് ഞരമ്പിന്റെ കുഴപ്പം. അത് മാറ്റം വന്നിട്ടില്ലല്ലേ? ഇല്ല, അത് ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ. അല്ല അത് എപ്പോഴും ഇല്ല. അത് അപ്പോഴൊന്നുമില്ല. മിനിറ്റിലൊരു 3 ലക്ഷം എന്തായാലും ഉണ്ടാവും. തമാശ പറയല്ലേ ഞാൻ പറയണതേ. രക്ഷാധികാരി പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങള് പലരും പല പ്രവർത്തനം ഇവിടെ നടത്താറുണ്ട്. പ്രളയം വന്ന സമയത്ത് നമുക്ക് ശരിക്കും നല്ല മാധ്യമ ശ്രദ്ധ പിടിച്ചു കിട്ടിയ നമുക്ക്. ആ സമയത്ത് രക്ഷാധികാരി ഇല്ലാഞ്ഞ നന്നായി. പ്രളയം വന്നപ്പോ പല സംഘടനകളും നമ്മളെ സഹായിച്ച്. ജനങ്ങൾക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച സാധനത്തിൽ നിന്ന് ബ്രാൻഡഡ് ഷർട്ടുകൾ വരെ പൊക്കിയ ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അതെ, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഇനി പുതിയത് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ അല്ല ചെയ്യാൻ പറ്റുമോ നോക്കാം. പുതിയ പ്രവർത്തനം. അല്ല, ഷർട്ട് എടുത്ത കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പഞ്ചസാര അരിയൊക്കെ കൊണ്ടുപോയവരുണ്ട്. ഇരുന്ന് ചീത്തയായി പോണ കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ പറ. അതെ അതെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഈ അരിയുടെയും പഞ്ചസാരയുടെയും മണ്ണെണ്ണയുടെയും കണക്ക് വിട്. എന്നിട്ട് നമ്മുടെ ഹിറ്റ്ലറിനെ എങ്ങനെ മേളിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയണ്ടാ. പറയണം. പറഞ്ഞൂടാ ഒരു കാര്യം പറയുമ്പോ പറഞ്ഞൂടാ. സെക്രട്ടറി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റാനും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനും പറ്റിയ ഒരു ഐഡിയ ഞാൻ അങ്ങോട്ട് പറയാം. മണ്ടുവോ? എന്താ മണ്ടോ, ശരീരത്തിന് എങ്ങനെ ഉണ്ട് ഇപ്പോ? പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് ഇപ്പോഴും മേടിക്കണില്ലേ? ഹാർട്ട് ഓപ്പറേഷനുള്ള പരിപാടി നമുക്ക് ഉടനെ ചെയ്യാട്ടോ. ഇനിയിപ്പം മരുന്ന് കഴിക്കലേ നടക്കുള്ളൂ എന്നൊക്കെയാ ഡോക്ടർ പറയണേ. എങ്ങനെയൊന്നും പറയരുത്. അതേ, ഞങ്ങളുടെ ഹിറ്റ്ലർ ക്ലബ്ബ് മണ്ടുവിന് ഒരു ധനസഹായം തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മോന് പഠനത്തിനുള്ള സഹായം. അപ്പൊ അതിന് വരണോ? പറഞ്ഞു. അല്ല, പിന്നെ നമ്മുടെ മന്മതേട്ടൻ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് ഗൾഫിലെ. അപ്പോ ആൾക്കും ആ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം തരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ അന്ന് നടക്കും.
നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതൻ ചേട്ടനാണ് അന്ന് നിങ്ങൾക്ക് അത് തരണത്. ആള് വരാന്ന് ഏറ്റിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്കാണ് പരിപാടി. അപ്പൊ ഇജ്ജും ചെക്കനും കൂടി അങ്ങോട്ട് വരിക. ഒരു ഓട്ടർസ് ഇങ്ങോട്ട് വിടും. ആ ഓട്ടർസ് കയറി അങ്ങോട്ട് വന്നാൽ മതി. കുഴപ്പമൊന്നുമില്ല, ശരിയാവും കേട്ടോ. പോട്ടെങ്ങള്. ശരി എന്നാ. ആഹാ, ഇല്ല നടക്കണു. പ്രസിഡന്റ് അല്ലാതെ പ്രസിഡന്റ് ആണല്ലോ. ആ, ഇന്ത്യൻ പ്രസിഡന്റ് അല്ലാന്നേ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ, പിന്നെ നല്ല കാര്യം. അല്ല, ഇപ്പൊ നമ്മുടെ ഹലോ, മൈക്കിന് ശ്രദ്ധ പോരല്ലോ, സൗണ്ട് പോരാ മൈക്കിന്. ആ മൈക്കിന് ആളെ വിളിച്ചൊന്ന് പറയും. ഹലോ. അയാളത് ഫിറ്റ് ചെയ്തിട്ട് പോയി. അയാൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പേടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെക്ക് ഫോണ്. ഹലോ. അവിടെ ഞാൻ പറഞ്ഞതേ, ആ ലോഡിങ്ങാര് കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ കൊണ്ടുവന്ന് അതെ, എന്താണ് ഇത് കസാര ഇട്ടുണ്ടല്ലോ, കസാര ഇട്ടുണ്ടല്ലോ. അതെ, ഈ കസേരയിൽ ഇരിക്കാനുള്ള ആളെവിടെ? 3 മണിക്ക് പരിപാടി വെച്ചേക്കണം. ഇനി 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇനി എവിടെ നിന്ന് ആള് വരാന്? 10 മിനിറ്റ് ഇല്ലേ? നിങ്ങൾ നോക്കണം, 3 മണിയാകുമ്പോഴേക്കും ആള് ഫുള്ള് ബില്ലാവും. അല്ല, ഈ പ്രസിഡന്റ് എപ്പോഴാ പറഞ്ഞേ? പ്രസിഡന്റിനോട് 3 മണിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എത്തിയ ആളില്ലാണ്ട് കാണുമ്പോൾ സങ്കടം വേണ്ട വെച്ചിട്ടേ. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഓക്കെ. ഉണ്ണിയുടെ ചായയും വടയും മേടിക്കാൻ വേണ്ടി വടയുണ്ടല്ലോ. ഒരു സമൂസയും കൂടെ ആയിക്കൂടായിരുന്നോ? 2 കടിയൊക്കെ വേണം. ഹിറ്റ്ലർ ക്ലബിന് ദാരിദ്ര്യമേ പാടില്ല. ഒരു കാര്യം 2 വട വെച്ച് എല്ലാവർക്കും കൊടുത്തു. ആൾക്കാർ നിറം മനസ്സോട് വിടുന്നു പോണം. എല്ലാവരും എന്തായാലും തുടങ്ങണില്ലേ? നമസ്തേ. 3 മണി ആയിക്കോട്ടെ. ചായ ഉണ്ടല്ലേ? കടിയുണ്ടാ? 2 കടിയുണ്ട്. 2 കടി എന്നാ എടുത്തോ. കൊടുത്താലേ ചിലപ്പോ പോയി കളയും. അല്ലാതെ കൊടുത്തില്ലെങ്കിൽ ഇയാളും കൂടെ പോയാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ ആരുമില്ല. അതാ കൊടുക്കും. കൊടുത്തിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതെ അതെ, ഇരിക്കില്ല. ഇപ്പൊ തരാട്ടോ, ചായ ഇപ്പൊ തരാം. ഉണ്ണി പോയിട്ട് കൊണ്ടുവരാനേ. അതെ, ഉണ്ണിനെ വിളിക്കും. മണ്ടു എന്താണ് ഇവര് നടന്നു പറഞ്ഞേ? മൊയ്ത് ഓട്ടോയിൽ കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞത്. ഓട്ടോന്റെ കാര്യം ഞാൻ മറന്നുപോയതാ. എന്താണ് മൊയ്ത് ഇത്? ഇവര് 10 ആളിനടുത്ത് പറഞ്ഞാൽ എനിക്ക് നാണക്കേട്. അല്ല, നമുക്ക് തിരിച്ചു വരെ ടാക്സിയിൽ വിടാം. അത് മതി. സാധാരണ തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ സ്വാഗതം ചെയ്യും. അവിടെ അല്ല, അവരെ ഇവിടെ ഇരുത്തു. ആൾക്കാർ കാണട്ടെ നമ്മൾ ആർക്കാണ് സഹായം കൊടുക്കണെന്നുള്ളത് ആളറിയണ്ടേ. ഇങ്ങോട്ട് ഇരുന്നോളൂ. മനെ പിടിച്ചു അമ്മേനെ. അതൊക്കെ വന്നോണ്ടിരിക്കുന്നു. തൊപ്പം തുടങ്ങും. അല്ല, ഇത് അതിന് മുമ്പേ ഒരു ഫോട്ടോ ഒന്ന് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാരും വെയിറ്റ് ചെയ്യണം. രോഗീനൊന്ന് കാണാനായിട്ട്. സെൽഫി എടുത്ത് അത് പറഞ്ഞ എടുക്കൂ, എന്നിട്ട് സെൽഫി എടുക്കാം. ശരിക്ക് അല്ല, വേണ്ട, വിഷമിച്ചിരുന്നു. തുടങ്ങിക്കോളിയാ. 2 ഡയലോഗ് ആമുഖം പറഞ്ഞോളൂ. തുടങ്ങിയൂടി. ഹിറ്റ്ലർ ചാരിറ്റി സൊസൈറ്റിയുടെ ഹിറ്റ്ലർ ചാരിറ്റബിൾ സൊസൈറ്റി. ഹിറ്റ്ലർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം. തെങ്ങിൽ നിന്നും വീണ് മരണപ്പെട്ട കണാറിന്റെ ഭാര്യയായ ഹൃദ്രോഗിയും നിരാലംബയുമായ അവർക്ക് ഒരു വലിയ സഹായം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഉദ്ദേശം. അവരുടെ മകനും ഇന്ന് ഈ വേദിയിലെത്തിയിട്ടുണ്ട്. ആ കുട്ടിക്ക് പഠിക്കുവാനുള്ള പഠനോപകരണങ്ങൾ ധാരാളം, ഒരുപാട് ചെറിയ ഒരു വലിയ സഹായം ഇവിടെ നൽകുന്നുണ്ട്. മാത്രമല്ല
ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും വന്നിരിക്കുന്നവർക്ക് മാത്രം വടയും ചായയും ഇവിടെ ഇത് കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. 2 വടയുണ്ടെന്ന് പറഞ്ഞോ? 2 വടയും ചായ, 2 വടയും ചായ. പരിപാടിക്ക് പറഞ്ഞില്ലേ, എന്നാ മണ്ടുവിന്റെ കൊച്ചിനൊക്കെ നമ്മള് ഇത് കൊടുക്കണ്ട്, പഠനോപകരണമൊക്കെ. ഹലോ, ഞാൻ ഇറങ്ങാൻ നിന്നാന്ന്. അപ്പൊ അവള് പറയണ കറിക്കൊന്നുമില്ലാന്ന്. ഞാൻ എന്തേലും വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ അങ്ങോട്ട് വരാം. ആ മന്മഥനെ ആ മൈക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളാൻ പറയാം. അളാകുമ്പോ എന്തെങ്കിലും പറഞ്ഞോണ്ട് നിന്നോളും. ഉള്ളവര് ഓടിക്കാതിരുന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹിറ്റ്ലറും മന്മഥനും ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഈ നാട്ടിലെ ഒരു കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ബുദ്ധിമുട്ടാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ ഹിറ്റ്ലറുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറെ നാളായി മണ്ടോദരി എന്ന ഈ ഇരിക്കുന്ന നമ്മുടെ ഈ സഹോദരിയുടെ ചികിത്സ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ധനസഹായം കൊടുത്തു. പിന്നെ എന്തിന് അപ്പോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇരിക്കുന്ന സഹോദരി നമ്മുടെയൊക്കെ സ്വന്തം സഹോദരിയാണ്. ഈ സഹോദരി അങ്ങനെ ആരുമില്ലാതെ നമ്മൾ അങ്ങനെ വിടില്ല. എന്താവശ്യം ഇനി വന്നാലും ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും. ഇപ്പൊ തന്നെ ഞങ്ങൾ മാസാമാസം ചെലവിനുള്ള കാശ് കൊടുക്കുന്നുണ്ട്, ചികിത്സയ്ക്കുള്ള കാശ് കൊടുക്കുന്നുണ്ട്. മരുന്ന് മേടിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാബുവിന്റെ മെഡിക്കൽ സ്റ്റോർ വാങ്ങുന്നില്ലേ അല്ലേ? പിന്നെ അതുപോലെ ആയിരിക്കുന്ന മോന്റെ പഠനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഹിറ്റ്ലറിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വരും കാലങ്ങളിലും നാട്ടുകാരായ നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ ഹിറ്റ്ലർ ഇതിലും വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അടുത്ത കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അതെ, പിന്നെ പ്രസിഡന്റ് എത്ര 5 മിനിറ്റ് കൂടി ബൈക്കിൽ. അപ്പൊ പിന്നെ തണുപ്പുള്ള രാത്രി തനിച്ചുരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാൽ അടയ്ക്കില്ല കാണിനി നിന്നെ ഞാൻ. നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ പി.ടി. സുഗതൻ സാർ നമ്മുടെ വേദിയിലേക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ, നമ്മുടെ നാടിനെ പുളകച്ചാട്ട് അണിയിച്ചുകൊണ്ട് ഹിറ്റ്ലറിന്റെ രക്ഷാധികാരിയും പ്രസിഡന്റ് ശീതളന മൊയ്തൂവിത അദ്ദേഹത്തെ ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുവരെ എന്റെ പേര് പാലിച്ചാതെ ഇതാ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. കാര്യപരിപാടി കൊടുക്കുന്നത് ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ പുകഴ്ത്തിക്കൊണ്ട് ഹിറ്റ്ലർ ക്ലബിലെ അംഗം മൊയ്തു ചിട്ടപ്പെടുത്തിയ ഒരു സ്വാഗതഗാനം ആലപിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പാടുന്നത്. 1 2 3 4 ഇതുവരെ നിൽക്കാൻ പഠിച്ചിട്ടില്ല സ്റ്റേജിൽ. സൂക്ഷിച്ച് ഒന്നുകൂടെ റെഡി 1 2 3 വ്യത്യസ്തനാമൊരു പ്രസിഡന്റാം സുഗതനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു പ്രസിഡന്റാം സുഗതനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല.
തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിന്റെ അഭിമാനമാകും. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിന്റെ അഭിമാനമാകും. കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അതാണ് സുഗതൻ. കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അതാണ് സുഗതൻ. വെറുമൊരു സുഗതൻ ഇവനൊരു വീരൻ. സുഗതൻ ഒരു വീരൻ, ഇവനൊരു ധീരൻ. നമ്മുടെ നാടിൻ നാളത്തെ മന്ത്രി തോഴൻ തോഴൻ തോഴൻ. വ്യത്യസ്തനാമൊരു ബാർബറ പാലനെ. വ്യത്യസ്തനാമൊരു പ്രസിഡന്റ് സുഗതനെ. സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ പ്രിയ പെങ്ങൾ മണ്ഡലത്തിലേക്കുള്ള ധനസഹായ വിതരണവും ഈ കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP സുഗതൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സാംസ്കാരിക സംഘടനയ്ക്ക് എന്തുകൊണ്ടും യോജിച്ച പേരാണ് ഹിറ്റ്ലർ എന്ന നാമമാണ് നൽകിയിട്ടുള്ളത്. ഹിറ്റ്ലറെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. 10,000-കണക്കിന് ജനങ്ങളുടെ ജീവന്റെ വില തിരിച്ചറിഞ്ഞ മഹത്തായ വ്യക്തിയാണ് ഹിറ്റ്ലർ. ആ നാമം എന്തുകൊണ്ടും ഇതിനെ യോജിച്ചതാണ്. ഈ നല്ല മനസ്സുകളുടെ കൂട്ടായ്മയുടെ ഇന്നത്തെ ഈ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഈ പഞ്ചായത്തിന്റെ തന്നെ സഹോദരി, നമുക്കെല്ലാം അറിയാം, മണ്ടോദരി, അവരിന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മളിൽ പലർക്കും അറിയാം. ഭർത്താവിന്റെ മരണശേഷം നിത്യവൃത്തിക്ക് വഴിയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാതെ, അടുത്ത വീട്ടിൽ നിന്നും പഴങ്കഞ്ഞി വാങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് അവരുള്ളത്. അവരുടെ മകനെ കുറിച്ച് നമുക്കറിയാം. ഒരേ ഒരു യൂണിഫോം മാത്രം ധരിച്ചാണ് ആ പാവം ബാലൻ വിദ്യാലയത്തിൽ പോകുന്നത്. എഴുതാൻ പുസ്തകത്തിൽ ഏടില്ലാതെ തൊട്ടടുത്ത കുട്ടിയുടെ കയ്യിൽ നിന്നും ഓരോ ഏഴ് ഡൈലിയും വാങ്ങിയാണ് അവൻ എഴുതുന്നതാണെന്നാണ് അറിഞ്ഞത്. ഉച്ചക്കഞ്ഞി മാത്രമാണ് ആ പാവത്തിന് പല ദിവസത്തെയും ഭക്ഷണം എന്നറിഞ്ഞപ്പോ നമുക്ക് വിഷമം തോന്നി. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബം നമ്മുടെ പഞ്ചായത്തിൽ എന്നല്ല കേരളത്തിൽ തന്നെ ഇല്ല. ഇത്രയും ദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട അവർക്ക് അത്താണിയാവാൻ ഹിറ്റ്ലർ മനസ്സ് തുറന്ന് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് ആ കുടുംബത്തിന് സഹായം നൽകണം എന്നുകൂടി താഴ്മയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കർത്തവ്യത്തിലേക്ക് കിടക്കണം. ഞാൻ നല്ലൊരു തുക ഞാനിപ്പോ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ധനസഹായ വിതരണമാണ്. ഈ ധനസഹായം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ രക്ഷാധികാരി മൻമറൻ സാറിനെ വിളിക്കുന്നു. കുട്ടികളെ പിന്നെ ആദ്യം അമ്മയ്ക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കൂ. ഇങ്ങോട്ട് നീങ്ങി കൈയടി. പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന സൗദി അറേബ്യയിൽ നിന്ന് സാറ് കൊണ്ടുവന്ന ബാഗാണ്. അതാണ് മകൻ സമ്മാനിക്കുന്നത്. അവിടെ നല്ല വിലപിടിപ്പുള്ളതാണ് കേട്ടോ. സൂക്ഷിക്കണം, സൂക്ഷിച്ചു കൊണ്ടുപോകണം. പോലെ ഒരെണ്ണം വീട്ട് പൊട്ടിയുണ്ടാവും, കാര്യമാക്കണ്ട കേട്ടോ. അത് മറ്റേത് നല്ലതാണ്. എടുത്തോ. അല്ല, പ്രസിഡന്റ് വന്നില്ല. പ്രസിഡന്റ് കൂടെ നിർത്തിയോ?